മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ധീര എന്നൊരു വാക്ക് സംസ്കൃതത്തിലുണ്ട്. ധീര എന്ന വാക്ക് ശരിക്ക് അനവധി അർത്ഥമുണ്ടെങ്കിലും ഒരർത്ഥം ബുദ്ധിപരമായിട്ട് രമിക്കുന്നവൻ. ധീ എന്ന് പറഞ്ഞാൽ വിസ്ഡം, ഇന്റലിജൻസ് അല്ല. ധീ എന്ന് പറഞ്ഞാൽ വിസ്ഡം. ധീര നിങ്ങളൊരു പക്ഷേ കേട്ട് കാണും. ധ്യാനം, ധീ പ്ലസ് അയനം അല്ലെങ്കിൽ ധീ പ്ലസ് യാനം. വിസ്ഡത്തിലൂടെ ഉള്ള മുമ്പോട്ടുള്ള പ്രയാണമാണ് ധ്യാനം. ഇപ്പൊ ധീര എന്ന വാക്ക് തെറ്റുകളെയും അതുപോലെ ശരികളെയും വേണ്ടപ്പെട്ടവരെയും അല്ലാത്തവനെയും ശത്രുവിനെയും മിത്രത്തെയും ഒരേപോലെ വിലയിരുത്തി നന്മയുള്ളവന് നന്മയുണ്ടെന്ന് പറയാനും തിന്മയുള്ളവന്റെ തിന്മ ചൂണ്ടിക്കാണിക്കാനും തെറ്റുകള് തിരുത്താനും തിരുത്തിക്കാനും സാധിക്കണം. ഭരതനോട് ശ്രീരാമൻ പറയുന്നുണ്ട്, ഐ താത, മകനെ എന്ന് വിളിച്ചിട്ടാ പറയുന്നത്. ഭരണത്തെയും ഭരണാധികാരിയെയും ശക്തിയായിട്ട് വിമർശിക്കുന്ന ചാർവാകന്മാർക്ക് സ്വൈരവിഹാരം നടത്താനുള്ള സ്വാതന്ത്ര്യം നീ നൽകുന്നുണ്ടല്ലോ ഇല്ലേ ഭരത, ഐ താത. ഭരണത്തെയും ഭരണാധികാരിയെയും വിമർശിക്കുന്നവർക്ക് സ്വൈരവിഹാരം നടത്താൻ, സ്വതന്ത്രമായിട്ട് അഭിപ്രായ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം നീ നൽകുന്നുണ്ടല്ലോ ഇല്ലേ ഭരത. അടുത്ത വേറൊരു ഉപദേശമുണ്ട്. കിംവദന്തികൾ പരത്തുന്നവരും തെറ്റിദ്ധാരണകൾ പരത്തുന്നവരും ധർമ്മത്തിനും രാഷ്ട്രത്തിനും എതിരെ പ്രവർത്തിക്കുന്നവർക്കും അവരുടെ സ്വൈരവിഹാരത്തിന് പൂർണ്ണമായിട്ട് വിരാമമിട്ട് അവരെ നീ തുറുങ്കിൽ അടയ്ക്കുന്നുണ്ടല്ലോ ഇല്ലേ ഭരത എന്നാണ്. ഒന്ന്, ഭരണത്തെയും ഭരണാധികാരികളെയും വിമർശിക്കുന്നവർക്ക് സ്വൈരമായിട്ട് അവരുടെ അഭിപ്രായം പറയാനുള്ള അവസരം. മറ്റൊന്നതിൻ്റെ ഓപ്പോസിറ്റ് പറയുന്നവരെ ശക്തമായിട്ട് എതിർത്ത് തുറുങ്കിലടയ്ക്കാം. ത്രേതായുഗത്തിൽ എഴുതിയതാണ്. മറിച്ച് ആഗസ്റ്റ് 1-ാം തീയതിയോ ജൂലൈ മാസം 31-ാം തീയതിയോ എഴുതിയതല്ല. 2017 ജൂലൈ 31-ാം തീയതിയോ ആഗസ്റ്റ് മാസം 1-ാം തീയതിയോ എഴുതിയതല്ല ഇത്. 1947 ശേഷം എഴുതിയതുമല്ല. ഓർമ്മിക്കാനുള്ളത്, ധീരന്മാരാവുക, തെറ്റുകളെ ചൂണ്ടിക്കാണിക്കാനുള്ള ചങ്കൂറ്റം ഉണ്ടാവുക. വിപ്രാഹ സന്തു നിർഭയ, അറിവുള്ളവര് നിർഭയരായിരിക്കണം. വിപ്രാഹ സന്തു നിർഭയ, അറിവുള്ളവർ നിർഭയരായിരിക്കണം. അവർക്ക് ജീവിതത്തിൽ ഒരു ലക്ഷ്യമേ ഉണ്ടാകാവൂ. ഒരുപക്ഷെ ജയിലിൽ പോകേണ്ടി വരുമായിരിക്കാം. പക്ഷേ സത്യം, ധർമ്മം, നീതി, ന്യായം, അതിലൂടെ ജയിലിൽ പോകേണ്ടി വരികയാണെങ്കിൽ പോലും ഏത് മതത്തിലെ ഏത് വീക്ഷണത്തിലുള്ള ജഡ്ജി ആണെങ്കിൽ പോലും രണ്ട് വിഭാഗത്തിലുള്ള വാദങ്ങളും കേട്ടതിന് ശേഷം അതിൽ നിന്ന് ന്യൂട്രലായിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് എത്തുള്ളൂ. 98% ജഡ്ജിമാരും എനിക്ക് തോന്നുന്നു ഇംപാർഷ്യലും അൺബയസ്ഡും തോന്നുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും പറയാറുള്ള നീതിന്യായ വ്യവസ്ഥതയിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ടെന്ന്. ശരിക്കും കള്ളനും ഭീകരനും വരെ അത് പറയാറുണ്ട്. ഒരിക്കൽ ഞാൻ ഒരു കമന്റ് പറയുകയുണ്ടായി. ബോംബെ താജ് ഹോട്ടൽ ആക്രമിച്ച വ്യക്തി, അയാള് പാകിസ്ഥാനിന്റെ ഇൻസ്പിറേഷൻ കൊണ്ടുവന്ന ആൾക്ക് ഇന്ത്യ ഗവൺമെന്റ് അഡ്വക്കേറ്റിനെ കൊടുത്തു. അയാൾക്ക് വേണ്ടി വാദിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് അഡ്വക്കേറ്റിനെ കൊടുത്ത് അയാൾക്ക് വേണ്ടി വാദിപ്പിച്ചു. ഞാൻ എൻ്റെതായിട്ടുള്ള അറിവില്ലായ്മ കൊണ്ട്, വികാരം കൊണ്ടല്ല, ഇഗ്നോറൻസ് കൊണ്ട് ഞാൻ യൂട്യൂബിൽ കമന്റ് ചെയ്യുകയും ചെയ്തു. ഇയാൾക്ക് എന്തിനാ ഇയാളുടെ വശം ന്യായീകരിക്കാനായിട്ട് അഡ്വക്കേറ്റിനെ, അതും സീനിയർ അഡ്വക്കേറ്റ്, ഗവൺമെന്റ് ചെലവിൽ കൊടുക്കുന്നത്? ഭാരതത്തെ ആക്രമിച്ച വ്യക്തിക്ക്
ഒരു സീനിയർ റിട്ടയേർഡ് ജഡ്ജി ഇമ്മീഡിയറ്റ്ലി എനിക്ക് ഇമെയിൽ അയച്ചു. അതാണ് ഭാരതത്തിന്റെ നീതിന്യായ വ്യവസ്ഥ. പാർഷ്യലി ഒരു വശത്ത് നിന്ന് മറ്റൊരു വശത്തിനെ തൂക്കിക്കൊല്ലാനൊന്നും അനുവദിക്കില്ല. അയാൾക്ക് അഡ്വക്കേറ്റ്മാരില്ലെങ്കിൽ അയാൾക്ക് വേണ്ടി വാദിക്കാൻ ആൾക്കാരെ കൊടുക്കേണ്ടത് ഗവൺമെന്റിന്റെ ഉത്തരവാദിത്വമാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി അത് കേട്ടപ്പോൾ. സന്തോഷമാണ് എനിക്ക് തോന്നിയത്. ഇപ്പൊ യഥാർത്ഥത്തില് ധീരന്മാര് ആയിട്ടുള്ളവരെന്ന് പറഞ്ഞാല് ഈ ഭാരതത്തില് ഇംഗ്ലീഷുകാര് ഭരിച്ചപ്പോൾ അതിനെതിരെ പ്രവർത്തിച്ചവരില് 30, 35, 40 വയസ്സിനിടയ്ക്കുള്ളവരെ തൂക്കിക്കൊന്നതിന്റെ ലിസ്റ്റും ഫോട്ടോയും അറിയണമെങ്കിൽ കാലാപാനി ആൻഡമാൻ നിക്കോബാർ ഐലൻഡിൽ പോകണം. മിക്കവാറും എല്ലാ വർഷവും ഞാൻ പോവാറുള്ളത് കൊണ്ടാണ് അത് കണ്ടിട്ട് പറഞ്ഞത്. ഇപ്പൊ വിപ്രാഹ സന്തു നിർഭയ, അറിവുള്ളവർ നിർഭയരായിരിക്കണം. പക്ഷെ കേരളത്തിൽ കഴിഞ്ഞ കുറേ കാലമായിട്ട്, കുറേ ദിവസങ്ങളായിട്ട്, ആഴ്ചകളായിട്ട് നടക്കുന്നത് കണ്ടിട്ട് ഇവിടെയുള്ള ബുദ്ധിജീവികളൊക്കെ പരുന്തിനെ കണ്ട കോഴിയുടെ ചിറകിന്റെ ഉള്ളിൽ ചെന്ന് ഒളിക്കുന്ന കോഴിക്കുഞ്ഞുങ്ങളെ പോലെ എന്റെ മാളത്തൊളിക്കുന്നു. ന്യൂനപക്ഷത്തിനും അല്ലാത്തവർക്കും എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം കേന്ദ്ര ഗവൺമെന്റിനെ വിമർശിക്കാനും അവാർഡ് വാപസിയും അതുപോലെ ബീഫ് ഫെസ്റ്റിവലും അതുപോലെ തന്നെ ധർണയും ചങ്ങലയും മാത്രം നടത്താനായിട്ട് വന്നാൽ മതിയോ? ഇവിടുത്തെ ബുദ്ധിജീവികൾ എന്ന് പറയുന്ന ജീവികൾ അവര് ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും നന്മകളുണ്ടെങ്കിൽ നന്മകളാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും തിന്മകളുണ്ടെങ്കിൽ തിന്മകളാണെന്ന് പറയാനുള്ള ചങ്കൂറ്റവും ഈ ജീവികൾക്ക് നഷ്ടപ്പെട്ടു. സത്യത്തില് ഞാൻ ജീവികളെന്ന് ഉദ്ദേശിച്ചത് ബുദ്ധിജീവികളുടെ പാർട്ട് തന്നെയാണ്, അല്ലാണ്ട് ഇവരെ ജന്തുക്കൾ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. സാംസ്കാരിക നായകന്മാരൊക്കെ ഒരു കൊടിക്കീഴില് അണിനിരന്നു എങ്കിൽ എനിക്ക് അത്ഭുതം തോന്നുന്നു. ഇവരൊക്കെ എങ്ങനെയാ സാംസ്കാരിക നായകന്മാരാണ്? ഇവരൊക്കെ എങ്ങനെയാ ബുദ്ധിജീവികളാവുന്നത്? ആർക്കൊക്കെയോ വേണ്ടി വാദിച്ച്, ആരുടെയൊക്കെയോ വീക്ഷണത്തെ ന്യായീകരിച്ച്, ആരുടെയൊക്കെയോ പ്രവൃത്തികളെ അഭിനന്ദിച്ച് അന്ത്യത്തില് എവിടെയെങ്കിലുമൊക്കെ കയറി പറ്റി ടിഎയും ഡിഎയും ഒക്കെ വാങ്ങിക്കുന്ന ഈ മഹാത്മാക്കൾ എന്ന് പറയുന്ന വിഭാഗത്തിൽപ്പെട്ടവര് ചത്ത് മണ്ണിൽ കുഴിച്ചിട്ടാൽ ആ മണ്ണിനും ആ പ്രദേശത്തിനും ദുർഗന്ധം ഉണ്ടാവില്ലേ? ഒരിക്കൽ ഭാരതീയ വിചാര കേന്ദ്രത്തിലെ ഡയറക്ടർ പരമേശ്വർജി പറയുകയുണ്ടായി, ചില വ്യക്തികളുടെ ഭൗതിക ശരീരം മണ്ണിൽ അടക്കം ചെയ്യുമ്പോൾ ആ മണ്ണിന് അവർ ചെയ്ത പ്രവൃത്തിയുടെ മഹത്വം കൊണ്ട് സുഗന്ധവും, ചില വ്യക്തികളുടെ ഭൗതിക ശരീരം അടക്കുമ്പോൾ ആ മണ്ണ് കരയുമത്രേ. ഇവന്റെ ഗതികെട്ട ശരീരം ഞാൻ സ്വീകരിക്കേണ്ടി വന്നല്ലോ എന്ന്. അപ്പൊ നിങ്ങളൊക്കെ ആർക്കൊക്കെയോ വേണ്ടി പെയ്ഡ് ജേർണലിസം നടത്തുന്ന മാതിരി ആർക്കൊക്കെയോ വേണ്ടി ആരെയൊക്കെയോ എതിർക്കാം. 400ഉം 500ഉം പേര് മരിച്ചാൽ മിണ്ടാതിരിക്കുക, 1ഓ 2ഓ പേര് മരിച്ചാൽ ആക്രോശിക്കുക, 1ഓ 5ഓ 10ഓ രൂപ കൂട്ടിയാൽ എതിർക്കുക, 400ഉം 500ഉം 800 രൂപ കൂട്ടിയാൽ ഒരു പ്രശ്നമില്ല. ഒരു സ്ഥലത്ത് നിന്ന് തരുന്ന പൈസ മറ്റൊരു സ്ഥലത്ത് ചെലവഴിക്കുമ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കിയ പൈസയാണ് എന്ന് പറഞ്ഞ് കയ്യടി നേടുക, തന്ന സ്ഥലത്തെക്കുറിച്ച് മിണ്ടാതിരിക്കുക, വെറുതെ ചിന്തിക്കുക. എനിക്കിതിൽ നഷ്ടം വരാനൊന്നുമില്ല, ഞാനിതിനകത്ത് ഭാഗവാക്കല്ല. ഞാൻ എൻ്റെ രാഷ്ട്രത്തെയും ധർമ്മത്തെയും കുറിച്ച് ചിന്തിക്കുമ്പോൾ ഞാനിത് പറയും, എൻ്റെ രാഷ്ട്രം മാത്രമേ എൻ്റെ മുമ്പിലുള്ളൂ, അതിൻ്റെ കൂട്ടത്തിൽ എൻ്റെ സംസ്കാരവും എൻ്റെ ധർമ്മവും. ആ രാഷ്ട്രത്തില് എന്ത് സംഭവിച്ചാലും അതെനിക്ക് വേദനയാണ്. എനിക്കും എൻ്റെ ഭാര്യയ്ക്കും എന്ത് സംഭവിച്ചാൽ ഉണ്ടാകുന്ന വേദനയെക്കാളും, എനിക്കും എൻ്റെ കുടുംബത്തിനും ഉണ്ടാകുന്ന വേദനയെക്കാളും, അല്ലെങ്കിൽ അത്ര തന്നെ വേദനയാണ് എൻ്റെ രാഷ്ട്രത്തിനും എൻ്റെ ധർമ്മത്തിനും. അതുകൊണ്ടാണ് ഈ ബുദ്ധിജീവികള് ഒരു വിഭാഗത്തിലുള്ള ആരെങ്കിലും മരിച്ചാൽ മിണ്ടാതിരിക്കാൻ, മറ്റേ വിഭാഗത്തിലുള്ള ആരെങ്കിലും മരിച്ചാൽ അത് എവിടെ
മരിക്കുന്നു, അത് ആരാ ഭരിക്കുന്നത് നോക്കിയിട്ട് അവാർഡ് വാപസി നടത്തുക, പത്രസമ്മേളനം നടത്തുക. തേ ഭുവി ഭാരഭൂത മനുഷ്യരൂപേണ മൃഗാശ്ചരന്തി. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യന്റെ രൂപത്തിലുള്ള ഒരു മൃഗത്തെ പോലെ ജീവിക്കുന്നത് കൊണ്ടായിരിക്കാം ബുദ്ധിജീവികൾ എന്ന വാക്കുപയോഗിച്ചത്. ഭൂമിക്ക് ഭാരമായിക്കൊണ്ട് മനുഷ്യരൂപത്തിലുള്ള ഒരു മൃഗം ജീവിച്ചിരുന്നു. ചിന്തിക്കുക, ബുദ്ധിജീവികളെ ചിന്തിക്കട്ടെ. വിപ്രാഹ സന്തു നിർഭയ. അറിവുള്ളവര് നിർഭയരായിരിക്കണം. അവനവൻ ഇന്നും നാളെയും കിട്ടാൻ പോകുന്ന പൈസയുടെയും സ്ഥാനമാനങ്ങളുടെയും കണക്ക് പറഞ്ഞ് മരിച്ച അല്ലെങ്കിൽ ചത്തു കഴിഞ്ഞാൽ ഭൂമിക്ക് ദുർഗന്ധമാകുന്ന വിധത്തിലുള്ള ഒരു ശരീരവും കൊണ്ട് നടക്കാതിരിക്കാൻ ബുദ്ധിജീവികൾക്ക് സാധിക്കട്ടെ. ഒന്നുകൂടി, നിങ്ങളുടെ ചെലവിൽ ഞാനും ഇല്ല, എന്റെ ചെലവിൽ നിങ്ങളും ഇല്ലാത്ത സ്ഥിതിക്ക് സ്വതന്ത്രമായിട്ട് അഭിപ്രായം പറയാനുള്ള ജഗദീശ്വര അനുഗ്രഹം സ്വാതന്ത്ര്യ ഭാരതത്തിലുള്ളത് കൊണ്ട് പറഞ്ഞത് മാത്രം. പ്രണാമം, നമസ്കാരം.